എല്ലാവർക്കും നമസ്കാരം. സൂര്യാവിഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പകുതി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഫുള്ളും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. വേവിച്ച് ഞാൻ വെച്ചിട്ടോ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി തോരൻ വെച്ചു. അപ്പോൾ ഇടിയഞ്ചക്ക ചെറുതായിട്ട് നുറുക്കി നമ്മൾ കുക്കറിലിട്ടിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോകണം. ഒരു വിസിൽ മാത്രം കേൾക്കുന്നത് വരെ നമ്മളത് വേവിക്കാം. അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഒരു സവോള മുഴുവനായിട്ട് ഞാൻ കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്. ഇതെല്ലാം നമ്മൾ ഈ ചക്കയിലേക്ക് ഇടാൻ പോവാണ്. പിന്നെ ലേശം കൂടി ഉപ്പ് ചേർക്കുക. 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു ചേരണം ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പാകത്തിന് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അതുപോലെ മസാലക്കൂട്ടൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. സാധാരണ കട്ട്ലേറ്റിൽ നമ്മൾ ചേർക്കുന്നത് പോലെ മുട്ടയോ അതുപോലെ റസ്കിൻ്റെ പൊടിയൊന്നും നമ്മൾ മുക്കി പൊരിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും മുട്ടയൊക്കെ ചേർത്തോളൂ. ഞാനിതിപ്പോൾ വെജ് കട്ട്ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റ് എണ്ണയിൽ കിടന്ന് മൊരിയുന്ന സമയത്ത് ഒരു മണം അങ്ങോട്ട് അടിക്കില്ലേ, ആ മണം ഇവിടെ മൊത്തം പരക്കുന്നുണ്ട്. ചക്കയുടെ സീസണല്ലേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇടിയഞ്ചക്ക ഒന്ന് ആ ചെത്തി അരിഞ്ഞെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓരോരോ പരീക്ഷണങ്ങളാണ്. നമ്മൾ മുൻകൂട്ടി ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ വേറെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഇട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തോന്നണം മനസ്സിൽ ഇന്ന സാധനം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നതാണ്. അപ്പോൾ എന്തുണ്ടാക്കിയാലും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കും. അത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്.